രാം നാരായൺ റാം. നമ്മുടെ മനസ്സും ആത്മാവും വിവേകവും എല്ലാം ഒന്നാണ്. പാലിനെ പോലെ അതിൽ നിന്ന് തൈര്, നെയ്യ്, വെണ്ണ, മിഠായി എല്ലാം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മനസ്സാണ് നമ്മുടെ അടിസ്ഥാനവും ആകാശവുമാണ്. മനസ്സിന് അതീവ ശക്തിയുണ്ട്, ചുംബകത്തേക്കാൾ വലിയ ശക്തി. ഒരു ചുംബകം ഇരുമ്പിനെ ആകർഷിക്കുന്നതുപോലെ മനസ്സും ചുംബകമാണ്, ഏത് കാര്യത്തെയും ആകർഷിക്കാനുള്ള ശേഷിയുള്ളത്. അത്രമാത്രം അല്ല, ശബ്ദം, പ്രകാശം, ചിന്ത എന്നിവയെ പിടിച്ചുകൊണ്ടുവരാനും മനസ്സിന് കഴിയും. മനസ്സാണ് ഏറ്റവും വിലയേറിയത്. ചിലർ പറയും, ഇന്ന് എൻ്റെ മനസ്സിന് കഷ്ടമാണ്, ഒന്നും നല്ലതായി തോന്നുന്നില്ല. എന്നാൽ മനസ്സിൻ്റെ സ്ഥാനം ശരീരത്തിൽ എവിടെയാണ് എന്ന് ചിന്തിക്കുക, ധ്യാനം ചെയ്യുക. അപ്പോൾ മനസ്സ് പറയും, ഹോ, ഇപ്പോൾ ഞാൻ നല്ല നിലയിലാണ്. മനസ്സിന് ആഹാരം നൽകണം, ഊർജം നൽകണം, ശക്തി നൽകണം. അതിനായാണ് ഓരോ മനുഷ്യനും ധ്യാനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ശരീരം ജീവനോടെ നിലനിൽക്കാൻ നമ്മുടെ ഉള്ളിൽ ഉള്ള 50,000 കോടിയോളം ആത്മാക്കൾക്ക് പോഷണം നൽകണം. അപ്പോൾ മാത്രമാണ് മനസ്സ് നമ്മെ കേൾക്കുന്നത്. ധ്യാനം ആരംഭിക്കാൻ മുമ്പ് മനസ്സിനെക്കുറിച്ച് ഒരു തത്വം സ്വീകരിക്കണം. ഞാനീ ധ്യാനം ചെയ്യുന്നു. ധ്യാനം ചെയ്താൽ ഉത്ഭവിക്കുന്ന ശബ്ദം ജീവിതത്തിൻ്റെ പഥം കാണിക്കുന്നു. ധ്യാനത്തിലൂടെ നിരവധി ആശങ്കകളും പ്രശ്നങ്ങളും മനസ്സിൻ്റെ അനിശ്ചിതത്വങ്ങളും സംശയങ്ങളും ഇല്ലാതാകും. ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും വേണ്ടത് രാം നാരായൺ റാം എന്ന ബീജ് മന്ത്രം ജപിക്കലാണ്. ഇത് പൂർണ്ണമായ ഒരു മന്ത്രമാണ്. നിങ്ങൾ ജീവിതം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉടൻ ഈ മന്ത്രത്തിൽ ചേർന്നു പോകുക. നിങ്ങളുടെ ജീവിതത്തെയും സമൂഹത്തെയും ഉദ്ധരിക്കുക. ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നല്ല മാറ്റങ്ങൾ വരുത്തും. ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും അതിവേഗം ഡിപ്രഷനിലും മാനസിക സമ്മർദ്ദത്തിലുമാണ്. അതിനാൽ എല്ലാവരും ധ്യാനം നിർബന്ധമായി ചെയ്യണം. അതിലൂടെ നമ്മുടേതായ ഇന്ദ്രിയങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകും, മനസ്സും സ്ഥിരതയോടെ ആയിരിക്കും. ജീവിതത്തിൽ നല്ല ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ കഴിവുള്ളവരാവും. ധ്യാനത്തിലൂടെ വ്യക്തിത്വം വളരും, നേതൃത്വ ഗുണങ്ങൾ വികസിക്കും, കൂടാതെ ഉത്തരവാദിത്വമുള്ള പൗരന്മാരുടെ ഗുണങ്ങളും സാമൂഹിക സേവനത്തിൻ്റെ മനോഭാവവും ഉളവാകും. നിങ്ങളുടെ മനസ്സ് വിവേകം ധ്യാനത്തിന് ക്ഷണിച്ചാൽ അപ്പോഴേ തന്നെ ധ്യാനം ആരംഭിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും നിങ്ങളുടെ വിവേകം നിങ്ങളെ ശരിയായ ദിശയിൽ നയിക്കുന്നു. അതിനാൽ സദാ നിങ്ങളുടെ അന്തർമനത്തെ കേൾക്കുക. ഇന്ന് എല്ലാവരും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിക്കുന്നു. എന്നാൽ അതെല്ലാം നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങൾ അവയെ പുറത്താണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് രാം നാരായൺ റാം എന്ന നാമത്തിൽ ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെയുള്ള ആത്മസന്തോഷം അനുഭവപ്പെടുമെന്ന് കാണാം. രാം നാരായൺ റാം ജപിച്ചാൽ നിങ്ങളുടെ ചൈതന്യവും വിവേകവും ഉണരുന്നു. ശരിയുടെയും തെറ്റിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കാൻ തുടങ്ങും. ഈ ജപം നിങ്ങൾക്ക് ഡിപ്രഷൻ വിട്ടുമാറാൻ സഹായിക്കും. മനുഷ്യർ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിക്കണം. ഗ്രന്ഥങ്ങളിൽ എഴുതിയ വാക്കുകൾ അനുസരിക്കേണ്ടതല്ല, കാരണം അവ മനുഷ്യ നിറച്ചതാണ്. അതെല്ലാം മാൻമേഡ് മനുഷ്യമാധ്യമം ആണ്. ദൈവം ഓരോരുത്തരിലും നിലകൊള്ളുന്നു, മണ്ണിൻ്റെ ഓരോ കണികയിലും വായുവിലും വെള്ളത്തിലുമെല്ലാം. ജനങ്ങൾ മനസ്സിലാക്കണം, രാം നാരായൺ റാം ജപം അവർക്ക് വലിയ ജീവിതമാറ്റം കൊണ്ടുവരുമെന്ന്. അതിനാൽ രാം നാരായൺ റാം ജപിച്ച് തുടരുക. നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ദിശ നൽകി വിജയം, സന്തോഷം നിറഞ്ഞതാക്കുക.